സ്പോർട്സ് പിച്ചിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സസ്പെൻസ് അവസാനിക്കുന്നു, റോക്കോ തിരികെ വരുന്നു. ഈ ശനിയാഴ്ചയാണ് സെലക്ഷൻ. റോക്കോ എന്നാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും. നമുക്ക് ഏറെ പ്രിയപ്പെട്ട വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരികെ വരികയാണ്. ഓസ്ട്രേലിയക്കെതിരായ 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളും തുടങ്ങാനിരിക്കുകയാണ്. പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സെലക്ഷൻ കമ്മിറ്റി ശനിയാഴ്ച യോഗം ചേരുമെന്നും അതിൽ ടീമിനെ പ്രഖ്യാപിക്കുമെന്നും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റായ വിമൽ കുമാർ പറയുന്നു. ഇതിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ: ഓസ്ട്രേലിയക്കെതിരായ ടീം സെലക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് റോക്കോയുടെ കംബാക്കാണ്. ഫുട്ബോളിലെ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും പോലെയാണ് ഇപ്പോൾ നമുക്ക് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. അത്രത്തോളം തലയെടുപ്പുള്ള ക്രിക്കറ്റ് താരങ്ങളാണ് അവർ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് കളിക്കളത്തിൽ കളിക്കുന്നത് കാണാൻ തന്നെ ആരാധകർ ഏറെ കാത്തിരിക്കുകയാണ്. കാരണം പല ഫോർമാറ്റുകളിലായി അവർ വിരമിച്ചപ്പോൾ ആരാധകരുടെ നെഞ്ച് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മുതിർന്ന കളിക്കാർ എന്ന പദവിയിലാണെങ്കിൽ കൂടിയും അവരുടെ ഫോമിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പാകിസ്ഥാൻ്റെ മാച്ച് വരുമ്പോഴും ഓസ്ട്രേലിയക്കെതിരായ മാച്ചുകൾ വരുമ്പോഴും ഒക്കെ നമ്മൾ മിസ് ചെയ്യുന്നത്, അതിപ്പോൾ T20 ക്രിക്കറ്റിലായാലും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് വരെ നടക്കുന്നുണ്ട്, അപ്പോഴെല്ലാം നമ്മൾ ഒരേ സ്വരത്തിൽ മിസ് ചെയ്യുന്നത് റോക്കോയുടെ ആ ഒരു തിളങ്ങുന്ന പ്രകടനങ്ങളാണ്. 2 പേരും ഇന്ത്യൻ ടീമിന് നൽകിയ ഊർജം ചെറുതൊന്നുമല്ല. ഈ മുതിർന്ന കളിക്കാർ ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഊഹാപോഹങ്ങൾ ഓസ്ട്രേലിയയ്ക്കുള്ള ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ശനിയാഴ്ച പുതിയൊരു ടീമിനെ പ്രഖ്യാപിക്കുന്നതിലൂടെ ആ സംശയങ്ങൾക്കെല്ലാം വിരാമം വരാൻ പോവുകയാണ്. റോക്കോ തിരിച്ചു വരും. ഇരുവരെയും ടീമിൽ ഉൾപ്പെടുത്തുന്നതിൽ യാതൊരുവിധ സംശയങ്ങളില്ലെന്നും യാതൊരുവിധ പ്രതിസന്ധികളില്ലെന്നും ടീം മാനേജ്മെൻറ്റും സെലക്ഷൻ കമ്മിറ്റിയും പരോക്ഷമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള മികച്ച ഇന്നിങ്സുകളും ഒരു മികച്ച ഏകദിന പരമ്പരയും തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായി പറയുന്നത് ഹർദിക് പാണ്ഡ്യയുടെ ഫിറ്റ്നസ് ആണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ പരിക്കേറ്റ ഹർദിക് പാണ്ഡ്യയെ സെലക്ടർമാർ വിശ്രമം അനുവദിച്ചേക്കുമോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഹർദിക് പാണ്ഡ്യ വളരെ കോൺഫിഡൻസിലാണ് എങ്കിൽ കൂടിയും ഇനി വരാനിരിക്കുന്ന ഒരുപാട് പരമ്പരകൾ ഇത്തരത്തിൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മിസ്സാകും എന്നുള്ളതുകൊണ്ട് ഹർദിക് പാണ്ഡ്യയെ ചിലപ്പോൾ വിശ്രമം നൽകി